അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ റൊണാൾഡ് ട്രംപിന് നേരെയുള്ള വധശ്രമവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ രാഷ്ട്രീയം ഇളകി മറിയുകയാണ്. സുരക്ഷാ വീഴ്ച ആരോപിച്ചുകൊണ്ട് ട്രംപും അനുകൂലികളും രംഗത്ത് വന്നതോടുകൂടിയാണ് ബൈഡന്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു വ്യക്തി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന ആൾക്ക് നേരെ വെടിവെക്കാൻ വേണ്ടി എങ്ങനെ സാധിച്ചു എന്നുള്ളിടത്താണ് ലോകം അതിശയപ്പെടുന്നത്. പറയുന്ന കാര്യം ഇതാണ്: ട്രംപ് പ്രസംഗിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഏകദേശം 140 മീറ്റർ മാത്രം അകലെ നിന്ന് 20 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ട്രംപിന് നേരെ വെടിവെക്കുന്നത്. 8 തവണ എങ്കിലും വെടിവെച്ചു എന്നുള്ളതാണ്. ആ വെടിവെച്ചതിന്റെ ശബ്ദങ്ങളൊക്കെ വീഡിയോയിലൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യത്തെ വെടി തന്നെ ട്രംപിന്റെ ചെവിക്ക് കൊണ്ടു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ചെവിയുടെ ഭാഗം മുറിഞ്ഞുകൊണ്ട് ബ്ലഡ് മുഖത്തേക്ക് ഒലിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ആ സമയത്ത് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് പൊടുന്നനെ തന്നെ താഴെ ഇരുന്നു, കൂടെയുള്ള ആളുകളും ഇരുന്നു. അതിനുശേഷം 7 റൗണ്ടെങ്കിലും വെടിവെപ്പ് വീണ്ടും നടന്നു. ഒരാൾ മരണപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വിവരമാണ് പുറത്തു വന്നത്. അതോടൊപ്പം ഈ വിവരങ്ങൾ കണ്ടു അല്ലെങ്കിൽ ഈ രംഗം കണ്ടു നിന്ന സൈനിക ഉദ്യോഗസ്ഥർ വെടിവെച്ച പ്രതിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നതും വലിയ രീതിയിലുള്ള ഒരു വിഷയമായിട്ട് ഇവിടെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോക നേതാക്കന്മാരെ വെടിവെച്ച് കൊല്ലുന്ന പ്രതികളെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നതും വലിയ പ്രശ്നം തന്നെയാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പിടികൂടാൻ സാധിച്ചിരുന്നെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമായിരുന്നു എന്ന തരത്തിലാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കറുത്ത വംശജരും വെളുത്ത വംശജരും തമ്മിൽ വലിയ രീതിയിലുള്ള കലാപങ്ങളും യുദ്ധങ്ങളും നടന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വംശീയപരമായ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉള്ള ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. സംഭവം പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണെങ്കിലും എല്ലാ സ്ഥലത്തും ജനാധിപത്യ സംവിധാനം വേണമെന്ന് അവരുടെ വക അവർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിഷയങ്ങൾ അവിടെ അമേരിക്കയിൽ ഇപ്പം നിലനിൽക്കുന്നു. അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ബൈഡൻ പറഞ്ഞു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്, വെടിവെച്ചത് കറുത്ത വംശജൻ ആവാതിരിക്കട്ടെ എന്ന്. വെളുത്ത വംശജനാണ് ട്രംപ് എന്നതിനാൽ വെടിവെച്ചത് കറുത്ത വംശജനായിരുന്നെങ്കിൽ ഒരു വംശീയപരമായിരിക്കുന്ന കലാപങ്ങളോ പ്രശ്നങ്ങളോ അമേരിക്കയിൽ ഉണ്ടാവാൻ ഇത് വലിയ കാരണമാകും എന്നുള്ളതാണ്. അതിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാചകമുണ്ട്: മറ്റുള്ള ജാതികൾ, മറ്റുള്ള ഏതെങ്കിലും മതസ്ഥർ അല്ലാതിരിക്കട്ടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ്. വെടിവെച്ചത് എന്ന പരാമർശമാണ്. അപ്പോൾ ആ സമയത്ത് മരണം നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ രാജ്യം വലിയ രീതിയിലുള്ള കലുഷിതമായിരിക്കുന്ന കലാപത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജനം നടക്കുന്നതോടനുബന്ധിച്ച് നടന്ന ഒരു രാജ്യപ്രഖ്യാപനം അത് തന്നെ വലിയ രീതിയിൽ വിഷയമായിരുന്ന ആ കാലത്ത് ഗാന്ധിജിയെ പോലുള്ള ഒരു രാഷ്ട്ര നേതാവിനെ വെടിവെച്ചു എന്ന് അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ രൂക്ഷത അതികഠിനമാകുമായിരുന്നു. സമാനമായിരിക്കുന്ന വിലയിരുത്തലാണ് ട്രംപിന് നേരെയുള്ള വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ ഒരു രാഷ്ട്ര നേതാവിനെ വെടിവെക്കുക അല്ല ആക്രമിക്കുക എന്നുള്ളത് രാജ്യ നിയമത്തിന് വിരുദ്ധമാണ്, അത് തെറ്റായിരിക്കുന്ന ഒരു പ്രവണതയാണ്, അതിൽ സന്ദേശങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗം ട്രംപിനോട് ചേർന്ന് തന്നെ സംസാരിക്കുകയും ട്രംപിനെ നേരിട്ട് കാണുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായ രീതി മനസ്സിലാക്കാൻ പറ്റും. ഒരേ സ്പോട്ടിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാറില്ല. മൈക്കിന്റെ മുൻപിലാണെങ്കിൽ എപ്പോഴും അയാൾ തല ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ ഇങ്ങനെ പരസ്പരം മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലാണ് പ്രസംഗം നടത്തുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ തല ലക്ഷ്യം വെച്ചായിരിക്കണം ഒരുപക്ഷെ വെടിവെച്ചത്. അപ്പൊ ചെവിയുടെ ഭാഗത്ത് കൊണ്ടു എന്ന് പറയുന്ന സമയത്ത് തലയാണ് ലക്ഷ്യം എന്നുള്ളത് ഏകദേശം കൃത്യമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമയത്താണ് ഒരുപക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടത്. തല നാരിയേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ അതിന്റെ തുടർച്ചയായ രീതിയിൽ വീണ്ടും വെടിവെപ്പ് നടന്നു. അതിലാണ് മറ്റുള്ള ആൾ മരണപ്പെട്ട വിവരം പുറത്തു വന്നത്. അപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റിന് സുരക്ഷിതമില്ലാത്ത മേഖലയായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യം മാറിയിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ലോകം അതിശയിക്കപ്പെടുന്നത്. ഇറാനിൽ നടന്ന ഹെലികോപ്റ്റർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശം ഇറാന്റെ ഗവൺമെന്റിന് നേരെ തന്നെ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും അത് ഏറ്റുപിടിച്ച് പറയുകയും ചെയ്തു. കാരണം
സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് തന്നെ പരാജയപ്പെട്ടു. 3 ഹെലികോപ്റ്ററാണ് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നത്. 2 ഹെലികോപ്റ്റർ പ്രശ്നമില്ലാത്ത രീതിയിൽ ലാൻഡ് ചെയ്യുന്നു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ച പ്രമുഖരായിരിക്കുന്ന 4 പേർ മറ്റുള്ളവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുന്നു. ഇതിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളും ഈ അടുത്താണ് അത് അവസാനിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ പ്രസിഡന്റിനെ തന്നെ സുരക്ഷിതമായി വേദി ഉണ്ടാക്കാൻ അല്ലെ സുരക്ഷിത ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത് മറ്റുള്ള രാജ്യത്തിന്റെ പോരായ്മകൾ വലിയ പ്രശ്നമാക്കാനില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇതിന് സമാനമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അമേരിക്കയുടെ മുൻപുണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചതാണ്. കെന്നഡിക്ക് വെടിയേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളോ പ്രസിഡന്റുമാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിന് സമാനമായിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് രക്ഷപ്പെട്ടത്. ഇതിന്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടുകളൊക്കെ ഇനി ഭാവിയിൽ അമേരിക്കയിൽ ഏത് അവസ്ഥയിലാണ് വരിക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇലക്ഷന്റെ പ്രചരണത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ട്രംപ് തന്റെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നത്. ഇത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത മങ്ങിയിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ എതിർ രാഷ്ട്രീയ പാർട്ടികളെ വളരെ രൂക്ഷമായി വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയവും അമേരിക്കൻ രാഷ്ട്രീയവും യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഒരു മാറ്റങ്ങളും വ്യത്യസ്തതയുണ്ട്. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ സംവിധാനത്തെയും അതിന്റെ നേതാക്കളെയൊക്കെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരവ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അമേരിക്കയിലുള്ളത്. അതോടൊപ്പം തന്നെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ നേരിട്ട് കൊണ്ട് ജനങ്ങളിടയിൽ ഇറങ്ങി അവർക്ക് മൈക്കെല്ലാം കൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന ഒരു പരിപാടിയും യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നടക്കാറുണ്ട്. അപ്പോൾ സ്വതന്ത്രമായ രീതിയിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റും അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയൊക്കെ സംസാരിക്കുന്ന വേദിക്ക് ചുറ്റും നിന്നുകൊണ്ട് അല്ലെ പ്രസംഗിക്കുന്ന പീഠത്തിന് എരുത്ത് കൊണ്ട് പോലും ഇസ്രായേലിനെതിരെയും പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ പ്ലേ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വിളിക്കുന്നതൊക്കെ നമ്മൾ പല രീതിയിൽ കണ്ടതാണ്. അത് മറ്റു രാജ്യത്തും അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യ സംവിധാനമില്ല. അത്രയ്ക്ക് വിശാലമായിരിക്കുന്ന ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് സംവിധാനമുള്ള രാജ്യത്താണ് ഇത്രയും വലിയ രീതിയിലുള്ള വധശ്രമം നടന്നത് എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഭാവിയിൽ ഇനി ബൈഡൻ 2ാം ഘട്ടത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത മങ്ങിയ രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭ്യമായിരിക്കുന്നു എന്ന തരത്തിലാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപും ഈ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പുടിനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. യുദ്ധം അവസാനിക്കാൻ പോലും കാരണമാകും താൻ അധികാരത്തിൽ വന്നാൽ എന്ന് പോലും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിനെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വാഗതം ചെയ്ത റിപ്പോർട്ട് നമ്മൾ വായിച്ചതാണ്. ബൈഡനെ സംബന്ധിച്ചിടത്തോളം പുടിൻ വിരോധിയാണ്, അതോടൊപ്പം തന്നെ ഉക്രൈന് അനുകൂലിയാണ്. ഉക്രൈന് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അമേരിക്കയാണ് ഒരുക്കി കൊടുക്കുന്നത്. അതിനാൽ ആ യുദ്ധം അവസാനിക്കാത്ത രീതിയിൽ നീണ്ടു പോകുന്നു. ഇതിനൊക്കെ ഒരു വിരാമം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ വെടിവെപ്പോട് കൂടി ഉണ്ടായിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.